ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ട്രേഡ്സ്മാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇതിൻ്റെ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സസ് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ നമ്മൾ റിവിഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മളൊരു 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതിന് ശേഷം വരെ നമ്മുടെ സിലബസിൽ നിന്ന് വരുന്ന ആ ഒരു ടോപ്പിക് വരെ നമുക്ക് നോക്കാം. അപ്പോൾ 20 വരെ നമുക്ക് നോക്കാമേ. 1 ton of refrigeration is equal to it is option A ആണ് 210 kilojoule per minute. അടുത്ത ദിവസം നോക്കൂ, ദ സബ് കൂളിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കൂളിംഗ് ദ റെഫ്രിജറൻറ്റ്. ഓൾറെഡി നമ്മൾ ഒരു ഗ്രാഫൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ബിഫോർ ത്രോട്ട്ലിംഗ്. അടുത്തത് റെഫ്രിജറൻറ്റ് കോമൺലി യൂസ്ഡ് ഇൻ വേപ്പർ അബ്സോർഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി അക്വ അമോണിയ. അടുത്ത ദിവസം നോക്കൂ, ദ കംപ്രഷൻ ഡിവൈസ് യൂസ്ഡ് ഇൻ സ്റ്റീം ജെറ്റ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കംപ്രഷൻ ഡിവൈസ് സ്റ്റീം ഇജക്റ്റ്. ദ റെഫ്രിജറൻറ്റ് R764 സ്റ്റാൻഡ്സ് ഫോർ ഏതായിരിക്കും റെഫ്രിജറൻറ്റ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി സൾഫർ ഡയോക്സൈഡ്. ഓൾറെഡി നമ്മളിതെല്ലാം ടേബിളൊക്കെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നോക്കാത്തവരെ അത് നോക്കൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദ റെഞ്ച് യൂസ്ഡ് വെൻ ഓഡ് സൈസ് ഓഫ് ദി നട്ട്സ് ആൻഡ് ബോൾട്ട് ഹെഡ്സ് ആർ ടു ബി ഹാൻഡിൽഡ് ഈസ്. ഏത് റെഞ്ചാണ്? അഡ്ജസ്റ്റബിൾ റെഞ്ച്. ഓപ്ഷൻ എ ആണ് വരുന്നത്, അഡ്ജസ്റ്റബിൾ റെഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 1 bar is equal to 10⁵ Newton per meter square. The law which is used to understand the concept of energy conservation. ഏത് ലോ ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഫസ്റ്റ് ലോ. അടുത്ത് പറയുന്നത് ബോയിൽസ് ലോ, ചാൾസ് ലോ, ജൂൾസ് ലോ, ഗാലൂഷ്യസ്. അപ്പോൾ ഈ ലോസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് പോവാം. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അത് ഏത് ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് വേരീസ് ഡയറക്ട്ലി ആസ് ഇറ്റ്സ് അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ when the absolute pressure remains constant. This statement belongs to option B ആണ് വരുന്നത്, ചോൾസ് ലോ ആണ് വരുന്നത്. അടുത്ത ദിവസം നോക്കൂ, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഡ്യൂറിങ് എ റെഫ്രിജറേഷൻ സൈക്കിൾ ഹീറ്റ് ഈസ് റിജക്റ്റഡ് ബൈ ദി റെഫ്രിജറൻറ്റ് ഇൻ എ ഡാഷ്. ഏതിലാണ് റെഫ്രിജറൻറ്റ് സൈക്കിളിൽ? ഇറ്റ് ഈസ് ഓപ്ഷൻ നമ്മൾ വർക്കിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് കണ്ടൻസർ. അടുത്ത ദിവസം നോക്കൂ, ദ ഫങ്ഷൻ ഓഫ് ഹാലൈഡ് ടോർച്ച്. ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ലീക്കേജ് ഓഫ് റെഫ്രിജറൻറ്റ്. അടുത്ത ദിവസം നോക്കൂ, ദ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ എന്താണ്? സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഹൈ കണ്ടൻസിങ് പ്രഷറാണ്. അടുത്ത് എ ത്രസ്റ്റ് ബിയറിംഗ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ ഓപ്ഷൻ ബി സെൻട്രിഫ്യൂഗൽ റെഫ്രിജറൻറ്റ് കംപ്രസർ. സെൻട്രിഫ്യൂഗൽ റെഫ്രിജറൻറ്റ് കംപ്രസേഴ്സ് ആർ എംപ്ലോയിഡ് ഫോർ ദി ഫോളോയിങ് റെഫ്രിജറൻറ്റ്. ഏത് റെഫ്രിജറൻ്റ് ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് R113. ഇനി ഡബിൾ പൈപ്പ് കണ്ടൻസറിൽ എന്താണ്? അതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്? റെഫ്രിജറൻറ്റ് ഫ്ലോസ് ത്രൂ ഇന്നർ പൈപ്പ് ആൻഡ് വാട്ടർ ത്രൂ ആനുലർ ഔട്ടർ പൈപ്പ് ആണോ? വാട്ടർ ഫ്ലോസ് ത്രൂ ഇന്നർ പൈപ്പ് ആൻഡ് റെഫ്രിജറൻറ്റ് ത്രൂ ആനുലർ ഔട്ടർ പൈപ്പ് ആണോ? അത് ബോത്ത് എ ആൻഡ് ബി ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, വാട്ടർ ആണ് ഫ്ലോസ്. ഓക്കെ, എയർ അല്ല, വാട്ടർ. അടുത്ത ദിവസം നോക്കൂ, ഫോർ അമോണിയ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റം ദ ട്യൂബ് ഓഫ് എ ഷെൽ ആൻഡ് ട്യൂബ് കണ്ടൻസർ ആർ മെയ്ഡ് ഓഫ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി സ്റ്റീൽ ആണ്. അടുത്തത് കണ്ടൻസിങ് മീഡിയം യൂസ്ഡ് ഇൻ ഇവാപറേറ്റീവ് കണ്ടൻസർ ഈസ്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ബോത്ത് എയറും വാട്ടറും വരുന്നുണ്ട് കേട്ടോ. അടുത്തത് യുവാപ്രേറ്റർ ജനറലി യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ ആൻഡ് ഫ്രോസൺ ഫുഡ് ഇൻഡസ്ട്രി ഈസ്. ഏത് ടൈപ്പ് ഓഫ് യുവാപ്രേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി പ്ലേറ്റ് യുവാപ്രേറ്റർ ആണ്. The capillary tube expansion devices is used in. എവിടെയാണ് യൂസ് ചെയ്യുന്നത് കാപ്പിലറി ട്യൂബ്? ഇറ്റ് ഈസ് എല്ലാത്തിലും വരുന്നുണ്ട്, ഡൊമസ്റ്റിക്കിലും, റൂം എയർ കണ്ടീഷൻ, വാട്ടർ കൂളേഴ്സ്. ദ റെഫ്രിജറൻറ്റ് സപ്ലൈഡ് ടു എ കംപ്രസർ മസ്റ്റ് ബി. ഏത് റെഫ്രിജറൻ്റ് ആയിരിക്കണം? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റ്. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് കംപ്രസർ ഈസ് ജനറലി യൂസ് ഇൻ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ. ഇതെല്ലാം നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് കംപ്രസർ ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, റെസിപ്രോക്കേറ്റിംഗ്. ഇൻ എ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ പീരിയോഡിക് ഡീഫോറസ്റ്റിംഗ് ഈസ് റിക്വയർഡ് ബിക്കോസ് ഫ്രോസ്റ്റിംഗ് മീൻസ് എന്തായിരിക്കും? ഫ്രോസ്റ്റിംഗ് കാരണം ഇറ്റ് വിൽ റെഡ്യൂസ് ഹീറ്റ് എക്സ്ട്രാക്ഷൻ. ഡയറക്റ്റ് എക്സ്പാൻഷൻ കോയിൽ ഇവാപറേറ്റർ ഈസ് ഏത് ടൈപ്പ് ഓഫ് ഇവാപറേറ്ററിലാണ് ഡയറക്റ്റ് എക്സ്പാൻഷൻ കോയിൽ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ഡ്രൈ ടൈപ്പ്. ഇനി റെഫ്രിജറൻറ്റ് സിസ്റ്റം ദ എക്സ്പാൻഷൻ ഡിവൈസ് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ. ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, റിസീവർ ആൻഡ് യുവാപ്രേറ്റർ.
അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് യൂസ്ഡ് ഇൻ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം ഇഫ് ദ ഡിസ്ചാർജ് പ്രഷർ ഈസ് വെരി ഹൈ, എന്തായിരിക്കും അതിൻ്റെ റീസൺ? ഇൻസഫിഷ്യൻറ്റ് കൂളിംഗ് വാട്ടർ ആണോ, കൂളിംഗ് വാട്ടർ എബോ ഡിസൈൻ ടെമ്പറേച്ചർ ആണോ, എയർ ആൻഡ് നോൺ, ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, എല്ലാം കറക്റ്റാണ്. ഓൾ ഓഫ് ദി എബോ. ആൻഡ് ഇവാപ്പറേറ്റർ ഈസ് ഓൾസോ നോൺ ആസ്, ബേസിക് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദീസ്. നമുക്ക് കൂളിംഗ് കോയിൽ, ചില്ലിംഗ് കോയിൽ, ഫ്രീസിംഗ് കോയിൽ എന്നൊക്കെ പറയാം. മോസ്റ്റ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്സ് ആർ സെറ്റപ്പ് ഫോർ എ സൂപ്പർ ഹീറ്റ് ഓഫ്, ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, 5 ഡിഗ്രി സെൽഷ്യസ്. ODP ഈസ് എ ഫാക്ടർ ബേസ്ഡ് ഓൺ ദി പെർസെൻറ്റേജ് വെയിറ്റ് ഓഫ്, എന്തിൻ്റെ ബേസിലാണ്, ഏത് പെർസെൻറ്റേജ് വെയിറ്റ് ആണ്, എന്തിൻ്റെയാണ്? ഹൈഡ്രജൻ ആണോ, ക്ലോറിൻ ആണോ, നൈട്രജൻ ആണോ, ആർഗൺ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ക്ലോറിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വൈൽ നമ്പറിംഗ് ദ റെഫ്രിജറന്റ് വാർ 1, 3, 4A, ദ ഫസ്റ്റ് നമ്പർ ഓൺ ദി റൈറ്റ് സൈഡ് ഈസ് ദ നമ്പർ ഓഫ്, ഏത് ആറ്റംസ് ആയിരിക്കും ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്? ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ഫ്ലൂറിൻ. അടുത്ത, വാട്ട് ഈസ് ദ സിലിണ്ടർ കളർ കോഡ് ഓഫ് റെഫ്രിജറന്റ് R410A? സിലിണ്ടർ കളർ കോഡ്. അപ്പോൾ കളർ കോഡിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങളത് പഠിക്കുക. റോസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങൾ ഓരോ മൊഡ്യൂളിൽ നിന്നും എങ്ങനെയൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബേസിക്സ് ആണ് കൂടുതലും വരുന്നത്. വലിയ ഡെപ്ത് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ബേസിക്സ് കൂടുതലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക്